പഞ്ചറായി കൂത്തം. ഒന്ന് വേഗം നോക്കിയാ എനിക്ക് സ്റ്റോറിൽ എത്തേണ്ടതാ. ഇതിലിനി എവിടെ ഒട്ടിക്കാനാ സാറേ? മൊത്തം ഒട്ടിച്ചു വച്ചിരിക്കുകയല്ലേ. ഈ ട്യൂബ് മാറ്റിയേ പറ്റും. അതെ, നമുക്ക് അടുത്ത മാസമായി. എന്റെ ജീവിതം തന്നെ പഞ്ചറായി കിടക്കുകയാണ്. നീ ആ കിഴുത്ത് എവിടെ നിന്നൊന്ന് കണ്ടുപിടിച്ചത് മാറ്റിത്താടാ. ചലിച്ചു ഘടികാരം, ചിരിച്ചു മണിനാദം, രാഗായി മാറുമീ പകലും മാറും. ഗുഡ് മോർണിംഗ് അപ്പൂപ്പ. മോർണിംഗ് മോളെ. അടിയടി അതിങ്ങ് തന്നെ. സ്വച്ഛ് ഭാരത് അങ്കിൾ. സ്വച്ഛ് ഭാരത്. പരിചയം വന്നേ. Now, here we are using the switch mode for generating new database, for adding, similarly for deleting. That's it. Please make a note of it and then execute. ഓക്കെ സാർ, താങ്ക് യു സാർ. നാളെ വീട്ടിൽ ഇരുന്ന് എക്സിക്യൂട്ട് ചെയ്ത് വന്നോളാം സാർ. ഇതെന്താ എല്ലാരും എന്നെ നോക്കുന്നേ? ക്ലാസ് കഴിഞ്ഞ് വാ പോവാം. Sir, എന്താണ് ആ കോഡിൽ എററുണ്ട് സാർ. this time you are wrong. അത്ര കോൺഫിഡന്റ് ആണെങ്കിൽ ബെറ്റ് വയ്ക്കാം സാർ. എത്ര രൂപയാ? 1000 rupees. നീ എന്റെ ജോലിക്കാരിയല്ല, ഞാൻ നിന്റെ ജോലിക്കാരിയെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നു. ചേച്ചി അങ്ങനെ പറയല്ലേ, ഞാൻ 1 മണിക്കൂർ മുമ്പേ ഇവിടെ എത്തിയതാ. 1 മണിക്കൂർ മുമ്പേ എത്തിയിട്ടെന്താ? 2 മണിക്കൂർ കോളനിക്കാരുടെ കാര്യം അന്വേഷിച്ച് നടന്നു എന്നല്ലാതെ ഇവിടെ വല്ല ജോലിയും ചെയ്തോ നീ? എടാ, നിന്റെ ഹിന്ദി ടെക്സ്റ്റ് കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് അങ്കിൾ. അത് അവിടെ തന്നെ കാണും. ഇവിടെയെങ്ങും ഇല്ല. എവിടെ കൊണ്ട് കളഞ്ഞേ? അമ്മക്ക് ഹിന്ദി അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ ഹിന്ദി ബുക്ക് ഏതാന്ന് മനസ്സിലാവുന്നേ? ഭുവൻ, നീ ഇതുവരെ റെഡി ആയില്ലേ? വേഗം വാ. അവളെ കണ്ട് പഠിക്കുന്നേ. ഞാൻ ലേറ്റായതല്ല. അതെ, അത് അന്വേഷിക്കലല്ല, ഞാൻ ഇനിയും വന്നിട്ടില്ലെന്ന് ഇവിടെ ഉള്ള എല്ലാവരും അറിയിക്കാനാണ്. ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കണം അമ്മേ. എനിക്കിവിടെ നിന്ന് തീയാൻ നേരില്ല. അടിച്ചു വരണം, ഭക്ഷണം ഉണ്ടാക്കണം. മോന് പനി ഇതുവരെ മാറിയിട്ടില്ല. സമയത്തിന് മരുന്നെടുത്ത് കൊടുക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നും ഒഴിഞ്ഞിടാറുണ്ടമ്മേ. അമ്പലത്തിലെ തിരുമേനിയോട് ചരട് ചിരിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ 1000 rupees. ഹലോ. വിജയദാസ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സായിറാമാണ്. നിന്റെ കൊഞ്ചല് കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. ഒരാഴ്ചയായി ഞാൻ പറയുന്നു ഉപ്പുമാവ് റവ, പയറുപൊടി, അരിപ്പൊടി, അതൊക്കെ എവിടെ? വന്നോണ്ടിരിക്കുന്ന. ഓ, 1 മണിക്കൂറിനുള്ളിൽ? സത്യം? 1 മണിക്കൂറിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അതുപോലെ ആ സാധനം നീ തിരിച്ച് നിന്റെ കടയിൽ കൊണ്ടുപോക്കണം. ഓക്കെ? ആ, ശരി. അക്ഷിത, അവരുടെ സ്ഥിരം നമ്പർ എന്താണെന്നറിയോ? ആ റാക്ക് മുഴുവൻ പരിശോധിച്ചിട്ട് അവിടെ ഇല്ലാത്ത ഏതാണോ അത് കൊണ്ടുവരാൻ പറയും. എക്സ്ക്യൂസ് മീ. യെസ് മാഡം. എന്താ പറഞ്ഞോളൂ. എനിക്ക് അന്നപൂർണ്ണ അഗർബത്തി വേണമല്ലോ. ഉണ്ടല്ലോ മാഡം. അംബിക അഗർബത്തി, മംഗളദീപം, പിന്നെ ഇത് സൈക്കിൾ ബ്രാൻഡ് അഗർബത്തി. എനിക്ക് വേണ്ടത് അന്നപൂർണ്ണയാണ്. ഓക്കെ, 1 മിനിറ്റ് മാഡം. രവി ഒന്നും വന്നേ. സായിറാമനോട് സ്റ്റോറിൽ അന്നപൂർണ്ണ അഗർബത്തി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തരാൻ പറ. പെട്ടിയേ ഒന്ന് വേഗം പോടേ. ഇനി യവൻ കൊള്ളാം. തല ഊരിപ്പോയി. ദൈവമേ, നീ എന്തോന്നാണ് കാണിച്ച്? ഈ തക്കാളി മൊത്തം കേടായി. സോറിടാ, ഞാൻ കണ്ടില്ല. കുഴപ്പമില്ല, വേറെ വല്ല പണിയും ചെയ്. കൊച്ചെ, നീ ഇതാരോടും പറയല്ലേ, പാവ അവന്റെ ജോലി പോവും. ആ ബാസ്കറ്റിഞ്ഞെടുത്ത് 2 ഉരുളക്കിഴങ്ങ് 1 പച്ചവളം വെച്ചിരുന്നു, അപ്പം വിഴുങ്ങി. വിശ്വൻ സാറ് അന്നപൂർണ്ണ അഗർബത്തി സ്റ്റോക്ക് ഉണ്ടോന്ന് ചോദിച്ചു. 5 വർഷമായിട്ട് ഇവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലിയാണ് അയാള്. ഇവിടെ ഈ സ്റ്റോറിൽ എന്തൊക്കെ സ്റ്റോക്ക് ഉണ്ട്, എന്തൊക്കെ സ്റ്റോക്കില്ല ഒന്നും അയക്കറിയില്ല. AC-യിൽ വെറുതെ കുത്തിയിരുന്ന് യെസ് മാഡം, നോ മാഡം എന്നൊന്നും പറഞ്ഞ കാര്യം നടക്കില്ല. ആത്മാർത്ഥതയോട് പോയി പണിയെടുക്കാൻ അയാളോട് പറ. പോ. സാർ, 2 വെള്ളരിക്ക, 1 കിലോ വെണ്ടയ്ക്ക, 1/2 ഡസൻ ആപ്പിൾ, ഇത്രയും ഡാമേജ്. ഞാൻ നിന്റെ അടുത്തൊന്നും ചോദിച്ചില്ലല്ലോ. ഇത് സാറിനല്ല, എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന സാർ. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, കൊണ്ട് കഴിക്കാം.
നിനക്ക് സാലറി കിട്ടിയോ? ആ കിട്ടി. ഒരു 5000 രൂപ തന്നെ. 5,000. താടാ, ഞാൻ തിരിച്ചു തരാം. ഞാൻ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിപ്പോന്നില്ല. പിള്ളേർക്ക് ഫീസ് കേട്ടാണ് അത്താ. സാർ ഇപ്പൊ ടോട്ടൽ വന്നിട്ട് 25,000 സാർ. 25,000 ഉള്ളൂ. 25,000 ഉള്ളോന്ന് എന്ത് ഈസിയായിട്ട് സംസാരിക്കുന്നു? അപ്പൊ തരാനുള്ള ഉദ്ദേശമില്ലേ? എന്റെ കല്യാണത്തിന് നീ വെച്ചിരുന്ന പൈസ. എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട. നിന്റെ പൈസ എന്റെ കയ്യിൽ നിന്റെ ബാങ്കിൽ ഇട്ട പോലെ പോ. അല്ല എങ്ങനെ എന്റെ പൈസ എന്റെ ബാങ്ക്? ഇത് ഏത് പഴഞ്ചൊല്ല്? നിങ്ങളുടെ മാനേജർ എവിടെ? സർ റൈറ്റ് സൈഡിലെ ആ റൂമാ സർ. കാര്യം എന്താ? ആള് മാനേജറെ കാണാൻ വന്നതാ. എന്താ സർ? അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കണ്ടേ? അതെ സാർ. മാനേജർ, ഈ ഷോപ്പിൽ നിന്നും ഞാൻ വാങ്ങിച്ച ഷാമ്പു ആണിത്. വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോ അളവിൽ പകുതിയേ കാണാനുള്ളൂ. സർ, ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ കെയർഫുൾ ആണ്. അപ്പോ ഞാൻ കള്ളം പറയാണെന്നാ? ഞാൻ ആരാണെന്നറിയോ? ഐ എം എ റിട്ടയർഡ് ജഡ്ജ്. നിങ്ങളെ എല്ലാവരെയും ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കയറ്റും. സോറി സർ, നെക്സ്റ്റ് ടൈം ഇങ്ങനെ സംഭവിക്കാതെ നോക്കിക്കോളാം സാർ. ഇപ്പൊ തന്നെ ഈ ഷാമ്പു റീപ്ലേസ് ചെയ്ത് തരാം. ഇതും കൂടി വെച്ചോളൂ സാർ. 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ തൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. എന്താടോ ഇത്? നിങ്ങൾ കാരണം രൂപ 500 രാവിലെ പോയി കിട്ടിയത്. ഈ ഡാമേജ് ആയ ഷാമ്പു റാക്കിൽ എങ്ങനെയാ വന്നത്? എനിക്കറിയില്ല സർ, നമ്മുടെ സ്റ്റാഫ് അങ്ങനെ ചെയ്യില്ല. ഇയാള് സ്റ്റോക്കിൽ നിന്ന് വല്ല ഡാമേജ് പീസ് എടുത്തോണ്ട് വെച്ചായിരിക്കും. സാർ, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും കേടായ സാധനം റാക്കിൽ വെക്കാറില്ല സാർ. അതിന് നമ്മളൊരു സെപ്പറേറ്റ് ബോക്സ് ഉണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ വന്ന ആരോ ചെയ്തതാണ് സാർ. എപ്പോഴും ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടന്ന സ്റ്റോക്കിൽ പോയി ഇതൊക്കെ ചെക്ക് ചെയ്യാൻ നേരം കിട്ടണമെന്നില്ലല്ലോ സാർ. ഞാൻ എന്റെ പണി വേഗം തീർത്തിട്ട് ഇവിടെ വന്ന് സ്റ്റോറിലുള്ള ആൾക്കാരെ സഹായിക്കുന്നു. അതിലെന്താണ് സാർ തെറ്റ്? അല്ല സാർ, അതൊന്നും അല്ല. ഇത് സംഭവം വേറെ. CCTV നോക്കിയാൽ കാണാം ഇയാളെ എസിൽ ഇങ്ങനെ എന്താണിത് സാർ? കൈ ഇങ്ങനെ സ്റ്റൈലായിട്ട് റാക്കി കയറ്റി വെച്ചിട്ട് ഇവിടുത്തെ സെയിൽസ് ഗേളുകളെ പഞ്ചാര അടിക്കലാണ് സാർ ഇയാളുടെ ജോലി. കൈ ഇങ്ങനെ കയറ്റി വെക്കുമ്പോൾ ഇടയ്ക്ക് സാധനങ്ങൾ വീണ് പൊട്ടും. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? സാർ, സംശയം ഉണ്ട്, ഇയാളുടെ കൈ നോക്കണം സാർ. ഫുൾ ടെസ്റ്റ് ആണ് സാർ. ടെസ്റ്റോ? നമ്മുടെ ഷോപ്പിൽ എങ്ങനെ ഇത്രയും ടെസ്റ്റ് വന്നേ? അപ്പൊ ഇത് തൂക്കാറും തുടക്കാറൊന്നുമില്ലേ? നോക്ക്, നമ്മുടെ ഷോപ്പിലെ സെയിൽസ് ഇമ്പ്രൂവ് ആവണമെങ്കിൽ ആദ്യം നിങ്ങളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവണം. അല്ലെങ്കിൽ സ്റ്റാഫിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വിലയുണ്ടാവില്ല. ശരിയല്ലേ? എടോ, ഇതിപ്പോ തന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാ. 500 രൂപ തന്റെ അക്കൗണ്ടിൽ. സാർ, ഒന്നും പറയണ്ട സാർ, എനിക്ക് വേറെ വഴിയില്ല. താൻ ചെല്ല്. ഇവിടെ ചട്നി കൊടുക്കും. ഗുഡ് മോർണിംഗ് നായർ അങ്കിൾ. ഗുഡ് മോർണിംഗ് മോളെ. ഒരു പ്ലേറ്റ് ഇഡ്ഡലി. ഒരു പ്ലേറ്റ് ഇഡ്ഡലിയാണോ? 10 rupees. അവന്റെ മേലൊരു കണ്ണ് വേണം. 2 ദിവസം മുമ്പ് കഴിച്ചിട്ട് കാശ് തരാതെ പോയവനാ. ഒരു പ്ലേറ്റ് ഇഡ്ഡലി. 10 rupees. അവിടെ സാമ്പാർ കൊടുത്തേ. ഇവിടെ ദോശ കൊടുത്തേ. ഒന്ന് നിന്നെ. പൈസ ഇല്ലാത്തോണ്ട് മുങ്ങാൻ പോവാ. ഞാൻ കണ്ണും പൂട്ടി നിക്കാം. ഓടിപ്പോയ്ക്കോ. 1 2 3. ചേച്ചിന്റെ പൈസ താഴെ പോയി. ഇത് പൈസയല്ല. നിനക്ക് പൈസ വേണോ? ആ, വേണം. വാ വാ വാ. പറഞ്ഞിട്ടില്ലേ നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി? നടക്കൂടെ ഇല്ല ഈ സൈക്കിള് കാരണം. ഇത് നിങ്ങളുടെ അനിയനാ? ആ, നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ദാ അവിടെ. പൈസ ഇഷ്ടായോ? ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. വണ്ടി വന്നു. ഞാൻ പോട്ടെ മോനെ. ബൈ. പിന്നെ കാണാട്ടോ. ഞാൻ അങ്ങോട്ട് വരാം. സാർ, അതെ സാർ, ഞങ്ങൾ എല്ലാരും ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഊഞ്ഞാൽ പൊട്ടിപ്പോയി. പ്രിൻസിപ്പാൾ വിളിക്കുന്നുണ്ട്. ഇതിപ്പോ പൊട്ടിയല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അവിടെ ന്യൂസ് എത്തി. അതൊക്കെ അറിഞ്ഞു സാർ. ചെന്നു. നമസ്കാരം സാർ. നമസ്കാരം. താനാണ് മഹിതയുടെ ക്ലാസ് ടീച്ചർ? ഞാനാണ് സാർ. താൻ എന്താ പിള്ളേരെ പഠിപ്പിക്കുന്നത്? സാർ, മഹിത വലിയ വികൃതിയാണ് സാർ. എന്തു
ഒരു കുട്ടി നേർവഴിക്ക് നടക്കുന്നില്ലെങ്കിൽ അത് അവന്റെ അല്ല, അവനെ പഠിപ്പിച്ച അധ്യാപകന്റെ കുറ്റമാണ്. എത്ര തവണ താനിത് വായിച്ചിട്ടുണ്ട്? ഒന്നുവിധം 3 നിര സർ. സ്കൂളിൽ വരുന്നതിന് ഇപ്പൊ ഇത് വായിക്കാനല്ലേ. എന്നിട്ടും തനിക്കിത് പിടികിട്ടിയില്ല അല്ലേ? അപ്പൊ ഇതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞേ. Sir, actually everyone stood on the swing at once to check the strength. Because of the overweight, the chain links got broken up. നിങ്ങൾ മലയാള അധ്യാപകനല്ലേ? അപ്പൊ മലയാളത്തിൽ സംസാരിച്ചുകൂടെ? നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നേ? സാർ, ഈ ഊഞ്ഞാലിന്റെ മുകളിൽ എല്ലാരും കൂടെ കയറി നിന്നു. അതിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ ചങ്ങലയുടെ സംബന്ധം മുറിഞ്ഞു പോയി സർ. എന്തോ സംബന്ധം മുറിഞ്ഞു പോയി? എനിക്ക് ലിങ്കിന്റെ മലയാളം കിട്ടില്ല സർ. ആ ടെൻഷന്റെ ഇടയ്ക്ക് പെട്ടെന്നറിയാതെ അബദ്ധം പറ്റിപ്പോയാണ് സർ. ഇതിങ്ങനെ തുടർന്നാൽ തനിക്ക് ഈ സ്കൂളുമായിട്ടുള്ള സംബന്ധവും അവസാനിക്കും. ഒരു നല്ല മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി മേടിച്ച് കക്ഷത്തി വെക്കണം. കഷത്ത് വെച്ചോളൂ സർ. ക്ഷമിക്കണം സർ. ഇത് എടുത്തോണ്ട് പോയി വൈകുന്നേരത്തിനകം തന്നെ സംബന്ധം. ആ അത് തന്നെ. ഓ ശരി സർ. I really love this song. Sorry വരുന്നു. സിറ്റ് ഡൗൺ. നിങ്ങൾ 4 പേര് മാത്രം എഴുന്നേറ്റേക്ക്. നിങ്ങൾ ജീവിതത്തിൽ ആരായി തീരാൻ ആഗ്രഹിക്കുന്നത്? ഡോക്ടറോ, എഞ്ചിനീയറോ, പൈലറ്റോ, അതുമല്ലെങ്കിൽ എന്നെ പോലെ ഒരു ടീച്ചറോ? ഹു ഡു യു വാണ്ട് ടു ബി? I want to be happy. സെയിം പിഞ്ച്. എനിക്കും ഹാപ്പി ആയിരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, വികൃതി കാണിക്കുന്ന കാര്യത്തിലും എന്തെങ്കിലും സംശയമുണ്ട്. അയ്യോ എന്തു പറ്റി? മഴയത്ത് കിടന്ന് സൈക്കിളെ ഓട്ടല്ലെന്ന് പറഞ്ഞതാ, കേട്ടില്ല. ഇപ്പതാ പനി കൂടി. കാലത്ത് തന്നെ 3-4 വട്ടം ഛർദിച്ചു. അയ്യോ നല്ല ചൂടുണ്ട്. മരുന്ന് വാങ്ങിയില്ലേ? അതിന് പൈസ എവിടെ? വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകും. പൈസ ഇവിടെ ഉണ്ട്. എവിടെ? അവിടെ. പൈസക്കാരനാണല്ലോ. ഇതെങ്ങനെ ഉണ്ടാക്കി? എന്റെ മുടി കൊണ്ട്. ഈ മുടി കൊണ്ടാ? എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കാവോ? മഹിത, നീ വരുന്നില്ലേ? ഞാൻ പിന്നെ വരാവേ. നീ എന്താ എത്ര ലേറ്റ്? നിനക്ക് വേണ്ടി എത്ര നേരം വെയിറ്റ് ചെയ്യണം? വാ. ഡാഡി എനിക്ക് സ്കൂളിലെ ഫീസ് അടയ്ക്കാനുള്ള പൈസ തന്നു. മറക്കാതെ റെസിപ്റ്റ് വാങ്ങിക്കൊണ്ട് വരണമെന്നും പറഞ്ഞു. ബാക്കിയുള്ള പൈസക്ക് എനിക്കിഷ്ടമുള്ള വാങ്ങാനുള്ള പെർമിഷൻ തന്നു. ഭുവൻ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എന്താ? എനിക്കൊരു 500 രൂപ കടം തരണം. നാളെ കഴിഞ്ഞ് തിരിച്ചു തരാം. അപ്പൊ എന്റെ സ്കൂൾ ഫീസ് ഞാൻ തരുമ്പോ അടയ്ക്കാലോ. അയ്യോ ഞാൻ തരില്ല. പ്ലീസ് ഭുവൻ, പ്ലീസ്. സ്കൂൾ ഫീസ് അടച്ചില്ലെങ്കിൽ എന്ത് നടക്കുമെന്ന് എനിക്ക് അറിയില്ലേ. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഐസ്ക്രീം വാങ്ങി തരാം. ഫ്രീ ആയിട്ടോ? ആ ഫ്രീ ആയിട്ട്. ഇത് വെച്ചോ. ഇപ്പൊ തന്നെ വീരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വേഗം കൊണ്ടുപോ, ഇല്ലെങ്കിൽ പനി ഇനിയും കൂടും. മോളെ ഗായത്രി. ആ ചേട്ടാ. മഹാലക്ഷ്മി ഇല്ലേ? ഒരു പുതിയ സാരി ആരോ കാണിക്കാൻ പോവെന്നാ പറഞ്ഞത്. അവളുടെ കാര്യം എന്ത് പറയാനാ? 3 സാരി വിൽക്കുമ്പോ 30 സാരി വാങ്ങിക്കോള്. ഇനി സാരി ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞ ഉടനെ അതങ്ങെടുത്ത് ഉടുക്കുകയും ചെയ്യും. വിൽക്കാനുള്ളത് ഉടുക്കാൻ പോയാ കച്ചവടം എങ്ങനെ നടക്കാനാ? ഇങ്ങനാണോ മോളെ ബിസിനസ് നടത്തുക? ഈ ബിസിനസ് ഒന്നും ക്ലച്ച് പിടിക്കില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് ഞങ്ങൾക്ക് ചെയ്യുന്ന വലിയൊരു ഉപകാരമായിരിക്കും. ഗായത്രി, എനിക്കൊരു നല്ല ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിനെ ഷുഗർ ഇല്ലാത്ത സ്വീറ്റ്സ് ഉള്ള പോലെ അൾസർ പേഷ്യൻസിനെ എരിവില്ലാത്ത അച്ചാർ ബിസിനസ് എങ്ങനെ ഉണ്ടാവും? എന്തിനങ്ങനെ തുറച്ചു നോക്കണേ? എന്നെ പറ്റി എന്തോ കുറ്റം കുറവും പറയായിരുന്നല്ലേ? നിന്നെ കുറിച്ച് പറയാൻ കുറ്റവും കുറവല്ലാതെ നല്ലതും വല്ലതും ഉണ്ടോ? പറയാൻ വിട്ടുപോയി. സാരിയുടെ പൈസ വാങ്ങിയ ശാന്തിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. ന്യൂ രാമചന്ദ്ര സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഒരു കട ടൗണിലുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ വില കുറവാ.
2-3 രൂപ കുറയ്ക്കാൻ പറ്റിയ മാസാവസാനം പലചരക്ക് ബില്ലിൽ ഒരു 400 രൂപയെങ്കിലും ലാഭിക്കാം. പിന്നെ ചേട്ടാ, ഇവിടെ ഈ രാമചന്ദ്ര സ്റ്റോഴ്സ് എവിടാന്നറിയോ? അറിയത്തില്ല. അതെ, രാമചന്ദ്ര സ്റ്റോഴ്സ് എവിടാ? അയ്യോ, അറിയില്ല. കുട്ടിയുടെ വെള്ളവും തീർന്നത് വയ്ക്കാം. നീ പറഞ്ഞില്ലേ രാമചന്ദ്ര സ്റ്റോഴ്സ് പറഞ്ഞ കട? ഇവിടെ ആർക്കും അറിയില്ല അത്. നേരെ പോയിട്ട് റൈറ്റിലോട്ട് പോണം. റൈറ്റ്. ഇത് അല്ല, ഇതൊരു ജംഗ്ഷൻ തന്നെ. കട്ടായിരുന്നു. ഹലോ ശാന്തി, അയ്യോ കട്ടായിപ്പോയി. 60 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. എപ്പോ പോയെന്ന് ആർക്കറിയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ശരി, അതിന്റെ ഫോൺ അതിന് പൈസ ഇല്ല. അപ്പോഴേക്കും തീർന്നു. എപ്പോഴേ സാരമില്ല, നമുക്ക് അന്വേഷിച്ച് നോക്കാം. ദേ നോക്കേ, ഇതല്ലേ? ലക്ഷ്മി, നമുക്കൊരു ഓട്ടോ പിടിച്ചു പോയാലോ ബസ് സ്റ്റാൻഡ് വരെ? ശരി. ഓട്ടോ. ഞങ്ങളെ ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാവോ? പോവാലോ. 200 രൂപയാവും. 200? 50 രൂപ വരും. ഇതിനു മുമ്പ് എപ്പോഴാ ഓട്ടോ കയറിയ? അറിഞ്ഞിട്ട് കൊടുക്കാനാ? ഫേസ്ബുക്കിൽ കൊടുക്കാനോ? പോടാ, 200 രൂപയ്ക്ക് ഞങ്ങൾ AC കാർ എടുക്കും. ഒന്നും നോക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു പോവാം. ഇതാ ഓട്ടോ സ്റ്റാൻഡ്. അനിയതെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാവോ? 250 രൂപ ചേച്ചി. അയ്യോ, ബാക്കിയുള്ളവർക്ക് സാധാരണ 100 രൂപയാണല്ലോ വാങ്ങിക്കുന്നത്. എന്നാ ചേച്ചി ആ വണ്ടിക്ക് പോയിക്കോ. അല്ല, ഒരു 150 രൂപയ്ക്ക് പോവോ? വേണമെങ്കിൽ 50 കുറയ്ക്കാം. 200 പോവാം. നോക്കടി, ഇന്ന് പോയി അടുക്കളയിൽ പാകം ചെയ്യാനൊന്നും നിൽക്കണ്ട. പുറത്തൊന്നും വാങ്ങിച്ചോണ്ട് നമുക്ക് പോവാം. അതാ നല്ലത്. ലക്ഷ്മി, നമ്മള് 400 രൂപ ലാഭിക്കാനാ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ 500 രൂപ നഷ്ടത്തില്ല. ഞാൻ കണക്കൂട്ടി നോക്കിന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി, അതെ, അവിടെ നിന്നുള്ള ഓട്ടോ ചാർജ്, അതെ, ഇടയ്ക്ക് നമ്മൾ സോഡ കുടിച്ചില്ലേ അത്. എന്റെ ഫോണിന്റെ ബാലൻസിന്റെ കാര്യം അതുകൊണ്ട് വേണ്ട. രാത്രി നമുക്ക് വല്ലതും ഉണ്ടാക്കി തിന്നാം. പുറത്തുനിന്നുള്ള ഭക്ഷണം ക്യാൻസൽ. ഗായത്രി, ഒരു മിനിറ്റ്. ദൈവം അവളെ പാട്ടുകാരിയാക്കാത്തോണ്ട് നമ്മൾ അനുഭവിക്കുന്നു ഇപ്പോ അതിന്റെ ശിക്ഷ. ഈ ഏലസ് മോന്റെ കഴുത്തിലോ കയ്യിലോ കെട്ടണം മോളെ. ഇനി ദൃഷ്ടിബാധ വരത്തില്ല. ഭഗവാന്റെ പാദങ്ങളിൽ വെച്ച് നവഗ്രഹ പൂജ നടത്തിയെടുത്തതാ. മോൻ ഈ പരീക്ഷയിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും വിജയം നേടുമെന്ന് ഉറപ്പാ. അവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ സ്വാമി. ഇതിന്റെ ഒന്നും വില അവന് മനസ്സിലാകാറായിട്ടില്ല. ദൈവത്തിന് നമ്മുടെ വിശ്വാസം പ്രശ്നമില്ല മോളെ. അവിടുന്ന് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യാം. ഇതെങ്ങനെയുണ്ട്? ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഔട്ട് ഓഫ് ഫാഷനാ. വേറെ ഗായത്രി, ഞാൻ പറയാം. ഹലോ, ഈ ബാഗ് ഒന്ന് എടുത്ത്. ലേറ്റസ്റ്റ് ഫാഷനാ മാഡം. എത്രയതിന്? ലെതറാണോ ഇത്? എന്തൊരു കത്തിയായി പറയുന്ന ചെറുക്കൻ. നമ്മുടെ മറ്റേ സ്റ്റോറാണ് കണ്ടത്. ഇതിന് മതി. എടുത്തോ. ഇത് ബില്ല് ചെയ്തോ. താങ്ക് യു. ഇതൊന്ന് വായിച്ചേ. This is to confirm that Dr. K. Radhakrishnan, Chairman, Indian Institute of... Sir, ISRO Radhakrishnan sir. Yes. രാധാകൃഷ്ണൻ സാർ നമ്മുടെ കോളേജിൽ വരുന്നു. അദ്ദേഹമായി ഒരു 5 minutes ഇന്ററാക്ഷൻ കിട്ടുമോ സർ? ഐ നോ യു ആർ എ ബിഗ് ഫാൻ ഓഫ് ഹിം. ഞാൻ പ്രിൻസിപ്പളിനോട് പറയാം. താങ്ക് യു സർ. ഇസ്രോ രാധാകൃഷ്ണൻ സാർ നമ്മുടെ കോളേജിൽ വരുവാടാ. ഇതിപ്പോ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അതാരാടാ? അദ്ദേഹം ഫേമസ് സയന്റിസ്റ്റാ. ഇസ്രോ, ചന്ദ്രയാൻ. നിന്നോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാനിത് ഇപ്പൊ തന്നെ അമ്മയോട് പോയി പറയട്ടെ. അപ്പൊ ഇന്ന് ട്യൂഷൻ ഇല്ലെന്ന് എല്ലാവർക്കും മെസ്സേജ് അയക്കട്ടെ. അത് വേണ്ട, ട്യൂഷൻ കറക്റ്റ് 5 മണിക്ക്. ഈ ടെൻഷന്റെ ഇടയിലാണ് അവന്റെ ഒരു ട്യൂഷൻ. വെരി സിമ്പിൾ ഡാ. നീ പെഗസസിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് പക്ഷിയെ പോലെ പറക്കും, മൃഗത്തെ പോലെ ഓടും. ഇറ്റ്സ് സിമിലർ ടു ദാറ്റ്. ദ 2 different classes extended into one single class.
That's multiple inheritance. That's all. Got it? ഓക്കെ ഏട്ടാ താങ്ക്സ്. It's it. നിനക്കുമല്ലോ മനസ്സിലായോ? നീ എല്ലാം ഈസി ആയിട്ട് പറഞ്ഞുതരും, പക്ഷെ പരീക്ഷയ്ക്ക് പോകുമ്പോ നമ്മളെല്ലാം മറന്നുപോകും. ഏയ് ഈ വർഷം ഞാൻ എക്സാമിൽ പാസ്സായ നിനക്കൊരു മാക് ബുക്ക് ഗിഫ്റ്റ്. അതിന്റെ ആവശ്യമില്ലടാ, എനിക്ക് എന്റെ ബുക്ക് ഉണ്ട്. ചേട്ടാ എനിക്ക് ഒരു മാസമായിട്ട് ട്യൂഷൻ എടുക്കയില്ലേ, ഇത് 500 രൂപയുണ്ട്. എന്താ ഇത് ഫീസാ? അതെ. പോക്കറ്റ് വെച്ചോ. ഇത് വാങ്ങിക്കേട്ടാ, വേറെ എവിടെയായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കൊടുക്കേണ്ടി വന്നേനെ. അറിവ് വളരുന്നതേ അത് ഷെയർ ചെയ്യുമ്പോഴാ. ഞാൻ ട്യൂഷൻ എടുക്കുന്നത് കാശിന് വേണ്ടിയല്ല, മനസ്സിലായോ? ഓക്കെ എന്നാ ശരി. ഈ ഫീസൊക്കെ വാങ്ങി പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൂടെ? എത്ര നാളായി ഈ പഴയത് കൊണ്ട് കിടക്കുന്നു? അപ്ഡേറ്റ് ചെയ്തൂടെ? ലാസ്റ്റ് മന്ത് 10,000 രൂപ അപ്ഡേറ്റ് ചെയ്തതാ. നോക്ക് നീ, സൂപ്പർ ഫാസ്റ്റ്. ഈ പൊട്ട ലാപ്ടോപ്പിനാണോ നീ 10,000 രൂപ ചെലവാക്കിയത്? ഇത് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതറ വാങ്ങിച്ചൂടെ നിനക്ക്? ഇതിന്റെ പ്രാണനാടാ. എന്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്നതാ. ഞാനിതൊരിക്കലും വിൽക്കില്ലടാ, എന്നോടൊപ്പം ഇത് എന്നും ഉണ്ടാവും. നീ മാറില്ല, ഈ ലാപ്ടോപ്പ് മാറില്ല. ഓക്കെ, ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാ, നീ ഇവിടെ തന്നെ ഇരുന്നോ. See you tomorrow. Bye. ബൈഡാ. Bye. നാളെ നേരത്തെ വാ. ഇവിടെ ഇവിടെ ആ ലെറ്റർ കാറിന്റെ പുറത്ത് നോക്കിയോ? ആ കാറാ? വൈപ്പറിന്റെ ഇടയില്. വൈപ്പർ? പ്ലീസ് ബ്രോ, പ്ലീസ്. ഷുവർ? ആ ഷുവർ ബ്രോ. ഇവിടെ ഇരിക്കട്ടെ. എന്താ ചെയ്യുന്നേ? മനസ്സിലായില്ല. ദിസ് ഇസ് മൈ കാർ. ഓ ഓക്കെ. വാട്ട്സ് ദാറ്റ്? ഐ ഡോണ്ട് നോ. ലവ് ലെറ്ററാ? മേ ബി അവര് വെക്കാൻ പറഞ്ഞു. അവര് പോയെന്നാ തോന്നുന്നത്. എന്തായാലും പേപ്പർ വേസ്റ്റ് ആകില്ല, ഇയാള് തന്നെ വെച്ചോ, എഴുതി കഷ്ടപ്പെട്ടതല്ലേ. ഹലോ, എക്സ്ക്യൂസ് മീ, ഈ ലെറ്റർ ഞാൻ എഴുതിയതല്ല. വേണമെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യാം. നീ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. വില്ല് പോലെ വളഞ്ഞ നിന്റെ പുരികങ്ങൾ, വശ്യമായ കണ്ണുകൾ, നീണ്ട മൂക്ക്, മൃദുലമായ ചുണ്ടുകൾ, ഹൃദയമെടുപ്പ് കൂട്ടുന്ന പുഞ്ചിരി. ഹാൻഡ് റൈറ്റിംഗ് ഇതുപോലുള്ള ലെറ്റർ ഞാൻ ലൈഫിൽ എഴുതത്തില്ല. വാട്ട് റിയലി? ഇറ്റ്സ് ഓൾ എ ജോക്ക്. എന്ത് അബദ്ധം ഇത്? ഒരു വരി പോലും ഇത് സത്യമില്ല. ഓ, നിങ്ങളാണെങ്കിൽ എന്തെഴുതും? ഞാൻ ഇതുവരെ പ്രേമിച്ചിട്ടില്ല. ആ സേട്ടാണെന്ന് തോന്നുന്നു. വേറെ നമ്പറിൽ നിന്ന് വിളിക്കാം, നീ ഒന്ന് സംസാരിച്ചേ. ഹലോ, ആരാണ്? നിങ്ങള്? അതെ, സാറിന്ന് രാവിലെ തന്നെ നാട്ടിലേക്ക് പോയി. സാറിന്റെ അങ്കിള് പെട്ടെന്ന് അറ്റാക്ക് ഒന്ന് മരിച്ച് അതിന്റെ ശവദാഹത്തിന് പോയിരിക്കുക. ആ ധൃതിയില് സാർ ഇവിടെ ഫോൺ വെച്ച് അങ്ങ് മറന്നു. ഓക്കെ ഓക്കെ. അപ്പൂപ്പനല്ലേ മരിച്ചേ? അങ്കിൾ എന്തിനാ പറഞ്ഞേ? ഒന്ന് ചുമ്മാ ഇരി സാറേ, എത്ര തവണയാ അപ്പൂപ്പ ചത്തുന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചതാ. കാശ് തിരിച്ചു ചോദിക്കുന്ന നേരത്ത് ഒരു പിശാചിനെ പോലെ തോന്നിയാലും കാശ് വാങ്ങിക്കുന്ന നേരത്ത് ഒരു ദൈവത്തിനെ പോലെയാണ് ആ സേട്ട്. അതൊക്കെ പോട്ടെ, ഒരു 10,000 രൂപ ഉണ്ട്, സേട്ടിന് തിരിച്ചു കൊടുക്കാൻ. എന്റെ ഒന്നുമില്ല. ഇല്ലല്ലേ? പിന്നെ വലിയ ഉപദേശം ഒന്നും വേണ്ട, ഇയാൾ പോ. ആ വരുന്നവൻ തന്നെയാണല്ലോ. ഏത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാ? ഇങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുന്നത്? വണ്ടി അടിച്ചിട്ട് ചത്തുവേനെ കാല് പോയി. എന്റെ വണ്ടി ഇറക്കി, എന്റെ വണ്ടി. ആരാ നീ? ടെൻഷൻ അടിക്കില്ല സാറേ, എന്നെ മലാക്ക് പേട്ട് ചേട്ടാ അയച്ചതാ. മലക്ക് പേട്ട് ചേട്ടാ? അതാരാ? നിങ്ങൾക്ക് അയാളെ അറിയാം, നിങ്ങൾ അയാളെ കാശ് വാങ്ങിച്ചിട്ടില്ലേ? വേറെ ആരും ആണെന്ന് വിചാരിച്ചാ നീ ഇപ്പൊ എന്നെ വെറുതെ ഉപദ്രവിക്കുന്നത്? നീ സേട്ടെടുത്ത് പോയി ആള് മാറിപ്പോയെന്ന് പറ. നിങ്ങൾ സായിറാം അല്ലേ? എന്താ സായിറാം? ഈ വണ്ടി നിങ്ങളുടെ അല്ലേ? വണ്ടി വണ്ടി എന്റെ. അപ്പൊ ഈ RC ബുക്ക് നിങ്ങളുടെ പേരിലല്ലേ? ഞാൻ എടുത്തോട്ടെ. ഇത് കള്ള RC. നിന്റെ സേട്ടനാരെ പറ്റിച്ച സത്യം. എങ്കിൽ ഇതാരാ? ഇതാടാ ശരിക്കും എന്നെ പോലെ ഉണ്ടല്ലോ. വലിയ ഇരിക്കാൻ പോകുന്നോടൊന്നൊക്കെ ഞാൻ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ് ഇത്. കാശ് തന്നിട്ട് ചായ എടുത്തോണ്ട് പോകാൻ ചായ പറ. ഹലോ സായി. അങ്കിളിന് മലക്കപ്പെട്ട സേട്ടിനെ അറിയില്ലേ? നമ്മൾ ഒരുമിച്ച് അയാളുടെ ഗോഡൌണിൽ ഒരിക്കൽ പോയിരുന്നു.
ആ. അയാൾക്ക് അത്യാവശ്യമായിട്ടൊരു 10,000 രൂപ എത്തിക്കണം. ഭയങ്കര ആവശ്യമാണ്. ഞാന് അടുത്ത ആഴ്ച തിരിച്ചു തരാം. അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. നീ വൈകിട്ട് വീട്ടിലോട്ട് വാ. കാര്യം ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. അല്ല, ഈ മ്യൂസപ്പെട്ടി കിടക്കുന്ന നീ എന്തിനാ അങ്ങ് മലക്കപ്പെട്ടി പോയി കടം വാങ്ങിച്ചത്? നിനക്ക് ഇവിടെ ഒന്നും കടം കിട്ടിയില്ലേ? ഇത് ഞാൻ ആ പൈസ സേട്ടിന്റെ വാങ്ങിച്ചപ്പോ കൂടെ അയാൾ ഇത്ര വലിയ ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. ഓക്കെ ഞാൻ കൊണ്ടു കൊടുത്തോളാം. ആ ശരി. സാർ ഒരു ചായ കുടിക്കും. എനിക്ക് നാറിയിട്ട് വയ്യ. ചാരയൊക്കെ കുടിച്ചു. സാറൊരു പുലിയല്ലേ? സേട്ട് പറഞ്ഞിരുന്നു സാറിനെ പറ്റിയല്ല. നിന്റെ സേട്ടിന്റെ തലയ്ക്ക് പ്രാന്താണ്. എവിടാ നിന്റെ നാട്? ഇവിടെയൊക്കെ തന്നെയാ സാറേ. ഇത് തന്നെയാണോ ജോലി? അയ്യോ അല്ല സാറേ, സേട്ട് എനിക്ക് ഇടയ്ക്ക് ഇതുപോലത്തെ കൊട്ടേഷൻ തരും. ഞാനത് കൃത്യമായിട്ട് ചെയ്യും. എനിക്ക് അതിന് കമ്മീഷൻ കിട്ടും. വെറും 5% ഉള്ളൂ സാറേ. നിങ്ങളിങ്ങനെ എല്ലാരെയും പിടിച്ച് ടോർച്ചർ ചെയ്യാറുണ്ടോ? സേട്ട് എന്നോട് എന്ത് പറയുന്നോ അതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ കച്ചവടം പൂട്ടും സേട്ടിനോട് പോയി പറ. ഇവിടെ എനിക്ക് ഒരുപാട് പേര് പൈസ തരാറുണ്ട്. പക്ഷെ ഞാൻ ഒരാളെ ഇങ്ങനെ റോഡിൽ പിടിച്ചു വലിച്ചേർത്തി അപമാനിച്ചിട്ടില്ല. പൈസ ആരെങ്കിലും തരാണ്ടെങ്കിൽ എന്നോട് പറ സാറേ, ഞാൻ വാങ്ങിച്ചു തരാം. വെറും 5% കമ്മീഷൻ തന്നാ മതി. ഇവിടെ ഞാനേ വലിയ റൗഡിയാണ്, മനസ്സിലായില്ലേ? എനിക്കിനി വേറെ റൗഡിയുടെ ആവശ്യമൊന്നുമില്ല. ചാവി സാറേ, എന്റെ നമ്പർ വെച്ചോളൂ. വലിയ റൗഡിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സാറേ. സാറ് പോയി ചോദിച്ചാൽ ആരും കാശ് തരാൻ പോകുന്നില്ല. അതൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കേ. ഞങ്ങള് പിരിച്ചു 789110 അങ്ങോട്ട് നീ എന്ന് പറ. 45123. സാറേ പറയട്ടെ സാറേ? ശരി. നമ്മുടെ മറ്റു ബ്രാഞ്ചുകളൊക്കെ നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബ്രാഞ്ച് മാത്രം പിക്കപ്പ് ആവുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. അത് സാർ, ഈ കസ്റ്റമേഴ്സ് എല്ലാം ഓൺലൈൻ ഷോപ്പിംഗാ. അതെനിക്കും അറിയാം. അതിനെ ഓവർകം ചെയ്യാൻ എന്താ? ഓൾ റൈറ്റ്, 1000 rupees ഫോർ എ ഗുഡ് ഐഡിയ. സാർ, നമുക്ക് MRP കൂട്ടിയിട്ട് 25% മെഗാ ഡിസ്കൗണ്ട് സെയിൽ എന്നൊരു ഓഫർ വെക്കാം സാർ. അത് കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നതായിട്ട് തോന്നുന്നു. മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഡിസ്കൗണ്ട് സാധനങ്ങൾ കിട്ടാന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സന്തോഷമൊന്നുമില്ല. അതിനെ നമ്മൾ ക്യാഷ് ചെയ്യുന്നു, അല്ലാതെ നമ്മൾ അവരെ പറ്റിക്കുന്നൊന്നുമില്ല. സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ നമ്മൾ അവർക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു. അത് ശരിയല്ലല്ലോ. കസ്റ്റമേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, അറിയാവോ? ഒന്ന് ഓർത്ത് നോക്കി. ആർക്കെങ്കിലും അറിയാവോ? കസ്റ്റമർ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. അത്ര എനിക്കറിയുള്ളൂ. ആർക്കും അറിയില്ല? A customer is the most important visitor on our premises. He is not dependent on us. We are dependent on him. He is not an interruption in our work. He is the purpose of it. He is not an outsider to our business. He is part of it. We are not doing him a favor by serving him. He is doing us a favor by giving us an opportunity to do so. പക്ഷെ നമ്മളിപ്പോ ജീവിക്കുന്നത് ഗാന്ധിജിയുടെ കാലത്തല്ലല്ലോ സാർ. ഗുഡ് മോർണിംഗ് സാർ. സാർ, വൈകുന്നേരം ആവുമ്പോഴേക്കും ഉള്ള സ്റ്റോക്ക് എല്ലാം ക്ലിയർ ആയി പോയിക്കോളൂ സാർ. സാർ, നമ്മുടെ സെയിൽസ് ഇപ്പൊ ടാർഗറ്റ് കവർ ചെയ്തു. ഈ കാലത്തിന് നിങ്ങളാ കറക്റ്റ്. അതുകൊണ്ട് ഞാൻ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. അതെന്താ സാർ പെട്ടെന്ന്? ഒന്നും പെട്ടെന്നല്ല, ഞാൻ നേരത്തെ തീരുമാനിച്ചത്. പ്രായമായില്ലേ, ജോലി ശരിക്കും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് GM റെക്കമെൻഡ് ചെയ്തിരിക്കുക. അദ്ദേഹം 1-ാം തീയതി വരുന്നുണ്ട്. നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാം. നിങ്ങളിൽ ഒരാൾ മാനേജരാവും. സാർ, ആര് മാനേജരായാലും നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യും. ഈ സ്റ്റോർ നല്ലപോലെ ഡെവലപ്പ് ചെയ്യും. ഷുവർ സാർ. ഓക്കെ, ക്യാരി. സാറേ, അത് കലക്കി പ്രൊഫസറിക്കോ? എന്താണ് ഔട്ട് ചെയ്തത്? 5 minutes വെയിറ്റ് ചെയ്താൽ തന്റെ ടയർ എന്താ പൊട്ടി പോവോ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. പിന്നെ നിന്നിരുന്നെങ്കിൽ മറ്റു കുട്ടികളും പുറത്തായേനെ. നീ എന്താണ് ഇവിടെ? Here is an announcement. I request all the class teachers to send their students for participating in the annual day to the auditorium for a costume trial. എങ്ങോട്ടാ? പുറത്തു.
നിന്റെ ഫ്രണ്ട് വീരു ആ മെയിൻ ഗേറ്റിൽ നിൽപ്പുണ്ട്. വീരുവാ? ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നാടകത്തിൽ അഭിനയിക്കുന്നവരെല്ലാം കോസ്റ്റ്യൂം ട്രയലിന് വേണ്ടി ഓഡിറ്റോറിയത്തിൽ പോയിട്ട് വന്നേ വേഗം. നീ അതിന് ഡ്രാമയിലില്ലല്ലോ. ഞാൻ വീരുവിനെ കണ്ടിട്ട് വരാം. വീരു, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നേ? ചേച്ചിയോട് പറഞ്ഞിട്ടാണോ വന്നേ? ചേച്ചിയോട് പറയാതെ ഇങ്ങനെ വരാൻ പാടുണ്ടോ? വീരു വീട്ടിൽ പോ. വേറെ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എനിക്ക് ക്ലാസ്സിൽ പോണം. നീ സ്കൂളിൽ വരുന്നോ? ഇവിടെ നനങ്ങരുത്. അങ്കിൾ, ഇവന്റെ ഡ്രസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കോ? എക്സ്ക്യൂസ് മീ മാം. യെസ്, ന്യൂ അഡ്മിഷൻ മാം. കം. ടീച്ചർ പറയുന്ന പോലെ കേൾക്കണം. What is your name? Veer Shankar, ma'am. Aha, nice name. Veer Shankar. Come, sit. ഇനി നമുക്ക് വേറൊരു പാട്ട് പാടാം, ഓക്കെ? കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരിതും തീവണ്ടി, വെള്ളം കൊണ്ടും തീവണ്ടി, കൂകു കൂകു തീവണ്ടി. കൂടെ പാട്. ഇതാരാ ഇവിടെ വെച്ചേ? എനിക്കറിയില്ല, ചേച്ചിയുടെ മോനായിരിക്കും. അമ്മ എന്ത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ. ഇതും കൊണ്ട് എല്ലാ ദിവസവും കോളേജിൽ പോയി അമ്മയ്ക്ക് എന്ത് സന്തോഷവും. ഒന്നും ആലോചിക്കുന്നില്ല. ഈ വീട്ടില് ഞാൻ പറയുന്നതിന് ഒരു വിലയില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാ. ഇതൊരു ഓൾഡ് ഫാഷൻ ഡിസൈനാ. ഇതും കൊണ്ട് കോളേജിൽ പോയ ആൾക്കാർ ചിരിക്കും. അത് ഞാനറിഞ്ഞ എനിക്ക് നല്ല വിഷമാവുന്ന അവന് ശരിക്കും അറിയാം. ഗായത്രി, ആ നീ ഇത് വേറെ ഡിസൈൻ ആക്കിയോ? നല്ല ഐഡിയ കേട്ടോ. അതെയോ? പിന്നല്ലാതെ. ആ പിന്നെ എനിക്ക് സാരി വിൽക്കുന്ന ആളെ എക്സിബിഷനിൽ സ്റ്റോൾ ഇട്ടിട്ടുണ്ടെന്ന്. വിൽക്കാത്ത സാരി വല്ലതും ഉണ്ടെ കൊണ്ടുവരാൻ പറഞ്ഞു. നീ ഇവിടെ വരാവോ? ഞാനിപ്പോ ഡ്രസ്സ് മാറിയിട്ട് വരാം. അല്ല, ഈ സാരി ഇതിനു മുമ്പ് ചേച്ചി ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ. ഇത് ഞാൻ എടുത്ത സാരിയാണെന്ന് നമുക്കറിയാം, കടക്കാരൻ അറിയത്തില്ലല്ലോ. മിണ്ടായിരുന്നോണോ? ഒരു വട്ടം എടുത്തോണ്ട് തേഞ്ഞൊന്നും പോകത്തില്ല സാരി കേട്ടോ. ഇത് 20%, ഇത് 30%, ഇത് 50%. എന്തിനാ ഇത്രയും ഡിസ്കൗണ്ട്? നിങ്ങളുടെ എടുത്ത സാരി എന്നല്ലേ? ഡിസ്കൗണ്ട് എന്തിനാന്നാ? ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് 20%, ഇത് 2 പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് 30%, ഇത് പലതവണ ഉപയോഗിച്ച് ഇസ്ത്രി ഇട്ടുകൊണ്ട് വന്നത് 50%. ഇതെന്തോ പറയുന്നേ? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? ഞാൻ വളരെ ഡീസന്റ് ആയിട്ടുള്ളൊരു സ്ത്രീയാ, അറിയോ? എന്നാ പിന്നെ വേറെ കടയിൽ പോയി നോക്ക് നിങ്ങൾ. ലക്ഷ്മി, അയാൾക്ക് കാര്യം പിടി കിട്ടിയെന്നാ തോന്നുന്നു. ആള് തരുന്നതും വാങ്ങി നമുക്ക് സ്ഥലം ഇടുന്നതാ നല്ലത്. അത് മതിയല്ലേ? ശരി, ഫൈനൽ എത്രയെന്നാ പറയുന്നത്? ഞാനൊരു 11,000 രൂപ തരാം. 11,500 രൂപ എടുക്കും ലാസ്റ്റ് പ്രൈസ്. ഇല്ല, 11 പറ്റൂ. ആ പിന്നെ അത് കുഴപ്പമില്ല, വെച്ചോ. ഇത് ബോട്ടിങ്ങിന്റെ 2 ഫ്രീ ടിക്കറ്റാ. ഇതുകൂടെ വെച്ചോളൂ. ഫ്രീയാ? ആ, ഫ്രീയാ. മാഡം, നിങ്ങളുടെ ഇവിടുത്തെ അതാണ്? ഏത്? ആ കാണും. അതെന്താ ബോട്ടാ? സൈക്കിളല്ലേ അത്? പിന്നെ അതല്ല, അത് സൈക്കിൾ ബോട്ടാ. അത് എതല്ലേ, പടം കണ്ടില്ലേ? സ്പീഡ് ബോട്ട്. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാ മാഡം. നിങ്ങൾക്ക് ആ ബോട്ട് തന്നെയാ. എന്നാ വേണ്ട ലക്ഷ്മി, നമുക്ക് പോവാം. ചുമ്മാ ഇരിക്കണോ? ഫ്രീ ആയിട്ട് ടിക്കറ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാ വേസ്റ്റ് ചെയ്യുന്നേ? എനിക്കിത് ശരിയാവില്ല ലക്ഷ്മി, കാല് നോവുന്നു. എന്നും പറഞ്ഞ വെള്ളത്തിന്റെ കടക്ക് തിന്നാ മതിയോ? കുറച്ചങ്ങോട്ട് പോയല്ലേ പറ്റൂ.
അയ്യോ എന്റെ കാലെവിടാന്ന് പോലും എനിക്കറിയാൻ വയ്യായേ മരവിച്ച് പോയി. അയ്യോ ലക്ഷ്മി ദേ നമുക്ക് അവിടുന്ന് തിരിഞ്ഞാലോ? ഗായത്രി ഓ തണുത്ത കാറ്റടിച്ചിട്ട് ഉറക്കം വന്നിട്ടും വയ്യ. ലക്ഷ്മി ഗായത്രി അയ്യോ ലക്ഷ്മി ബോട്ട് തിരിക്ക്. തിരിക്ക്. അതേ കുന്ത തിരിയട്ടെ. ദേ, ദേ, ആ സൈഡിലോട്ട്. ഏത് സൈഡ്? അയ്യോ ബാഗ്, എന്റെ ബാഗ് പോയി. എവിടെ പോയി? പോന്നു. അയ്യോ എനിക്ക് എന്ത് ചെയ്ത്? ലക്ഷ്മി ഒരു ബോട്ട് വരുന്നുണ്ട്, വേഗം തിരിക്ക്. എവിടെ തിരിക്കാൻ? സാരമില്ല, ഗണപതിയെ വെള്ളത്തിലൊഴിക്കുന്ന സമാധാനിക്കാം. പോയത് പോട്ടെ ലക്ഷ്മി. അതാരാ ഗായത്രി? എന്റെ കോളേജിലെ പ്രൊഫസറാ. നല്ല സ്നേഹമുള്ള മനുഷ്യനാ. എപ്പോഴും മുഖത്തൊരു ചിരി ഉണ്ടാവും. ഏത് അസൈൻമെന്റ് തന്നാലും അത് സന്തോഷത്തോടെ തീർക്കണമെന്നായിരുന്നു ആൾക്ക്. അത്രയും നല്ല മനുഷ്യനെ കണ്ട് എന്താ നീ പേടിച്ചോടുന്നേ? വേറൊന്നും അല്ല ലക്ഷ്മി, അങ്ങേർക്ക് പൈസക്ക് അത്യാവശ്യം വരുമ്പോ 100 200 ആയിട്ടൊക്കെ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങാറുണ്ട്. പൈസ കൊടുക്കുമ്പോ ചിരിച്ചോണ്ട് കൊടുക്കണമെന്നാ. പക്ഷെ ഇപ്പൊ ചോദിച്ചാ ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാനാ? സാർ കാശ് ചോദിച്ചാ ഇല്ലാന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കാണാണ്ടിരിക്കല്ലേ. നോക്ക്, ആ വിളി വിളി. ഹലോ, ഒന്ന് നിന്നെ. നിങ്ങൾക്ക് പുണ്യം കിട്ടുകയാ. വെയിലത്ത് കിടന്ന് ഫ്രൈ ആവുന്നതിന് മുമ്പ് കരയിലൊന്ന് എത്തിച്ചേരാ പ്ലീസ്. പുണ്യൊന്നും വേണ്ട ചേച്ചി, ഒരു 500 രൂപ എടുത്തോ. 500? അയ്യോ എടാ അബി ഇതൊന്ന് കണ്ടു നോക്ക്. എന്താടാ ഇത്?